ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. നമ്മൾ ഒരു നോയമ്പ് കാലത്തായിരിക്കുന്നല്ലോ. നോയമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താന് നേരെയുള്ള തോൽക്കാത്ത ആയുധവും ആണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. 2025 വലിയ നോയമ്പിലെ 32-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ തന്നതിനെ സ്തോത്രം ചെയ്യാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ പൊന്നു പിതാവേ, ഇന്നേ ദിവസത്തെ ധ്യാനവും ചിന്തയും പറയുന്ന അടിയനോടും കേൾക്കുന്ന ജനത്തോടും ഒരേപോലെ അവിടുന്ന് ഗ്രഹിക്കുവാനുള്ള കൃപ ചൊരിഞ്ഞ് ജ്ഞാനം തരണമേ. ആമീൻ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം രക്ഷയുടെ കൂടാരം, ദ ടെന്റ് ഓഫ് സാൽവേഷൻസ്. ഇതിനെ ആസ്പദമാക്കിയുള്ള വായനാഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel of Luke chapter 19 verses 1 to 10. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിൽ ആസ്പദമായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സഖായിക്ക് ഉള്ള ഒരു വിടുതലാണ്. സഖായിയുടെ ഭവനത്തിന് രക്ഷ സഖായിലൂടെ ലഭിക്കുന്ന ഒരു ഭാഗമാണ് നാം കാണുന്നത്. ഇതിൽ സഖായി എന്ന ആൾ ചുങ്കം പിരിക്കുന്നവനാണ്. അവിടുത്തെ ഒരു പ്രമാണിയാണ്. അവൻ്റെ കീഴിൽ അനേകർ ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു സമ്പന്നനാണ്. എന്നാൽ മറ്റുള്ളവരാൽ ആക്ഷേപമുള്ളവൻ. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ഇതിൽ മതപരമായി മുതിർന്നവരുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ആ വ്യക്തി ഒരു ആക്ഷേപമുള്ളവരായിരുന്നു. കാരണം ചുങ്കം പിരി എന്ന് പറയുന്നൊരു പാപത്തിൻ്റെ അടയാളമാണ്, പിടിച്ചു പറിക്കുന്നതിൻ്റെ അടയാളമായാണ് കാണുന്നത്. എന്നാൽ നമ്മൾ സഖായി ഇവിടെ നോക്കുമ്പോൾ സഖായി നമ്മുടെ യേശുവിനെ കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. യേശു എരിഹോ വഴി യെരുശലേമിലേക്ക് പോവുകയാണെന്ന്. എരിഹോയിലൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞ് അതിലേക്ക് ഓടിയിരുന്നു. എരിഹോ എന്ന സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്. അവിടെ സുഗന്ധദ്രവ്യങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ്, വിൽക്കുന്നൊരു നാടാണ്. അതിനാൽ തന്നെ ഈ സ്ഥലത്ത് ചുങ്കം ഒത്തിരി കൂടുതൽ കിട്ടുന്നൊരു സ്ഥലവുമാണ്. അതുപോലെ ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സഖായും ഒരു പൊക്കം കുറഞ്ഞ ഒരാൾ, ഈ സ്ഥലവും വളരെ താഴ്ന്ന സ്ഥലത്തായിരിക്കുന്നു. അതിൽ തന്നെ ഒരു സാമ്യം നമ്മൾ കാണുന്നു. എന്നാൽ ഇതിൽ എങ്ങനെയായാലും സഖായി യേശുവിനെ കാണണമെന്നും എങ്ങനെയാണല്ലോ ആഗ്രഹത്തോടെ വളരെയധികം ഓടുകയാണ്. അവിടെ പോകുന്ന വഴിയിൽ തന്നെ തടസ്സമാണ്, ജനക്കൂട്ടത്തിൻ്റെ വലിയൊരു തടസ്സം അവിടെ വരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ തടസ്സമായി അനവധി കാരണങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാം. നമ്മുടെ കാരണങ്ങൾ മനസ്സിലാക്കുവാനോ കുറവുകൾ നികത്തി യേശുവോട് ചേർന്ന് നിൽക്കുവാനുമായിരിക്കണം നമ്മളുടെ ആഗ്രഹം. അതിന് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് അനുദപിച്ച് വരുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളും വളരെ അനവധിയാണ്. അയാൾ തടസ്സങ്ങളെ മാറ്റി സഖായി മരത്തിൻ്റെ മുകളിൽ നിൽക്കിയത് കാണാമെന്ന് വിചാരിക്കുന്നു. മരത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഹൃദയങ്ങളെ ദൈവം അറിയുന്നു. അവനിലേക്ക് പറയുന്നു, ഇതാ സഖായിയെ, പേര് ചൊല്ലി അവനെ വിളിച്ച് താഴേക്ക് ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു എന്ന്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുവാൻ നമ്മുടെ വലിയവനായ ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. നമ്മൾ നിന്നു കൊടുക്കാൻ തയ്യാറായാൽ ആ പേർ വിളി വളരെ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വരും. ചുറ്റുമുള്ള സമൂഹത്തെ മാറ്റി നിർത്താൻ പിന്നെയും ആ സമൂഹം അവൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞ് പിറുപിറുക്കുന്നൊരു സാഹചര്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ ശരി ചെയ്യാൻ വരുമ്പം നമ്മുടെ അവിടെ ഇവിടെ നിന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ ശരിയിൽ നിന്ന് തെറ്റിലേക്ക് പോകാൻ വളരെ സാഹചര്യം കൂടുതലാണ്. ലോകം അപ്രകാരമാണ്. എന്നാൽ നമ്മൾ വ്യക്തിപരമായി എല്ലാവരും ചിന്തിക്കണം, നാം ഈ രീതിയിലുള്ള ആത്മീയതയാണ്. നമ്മുടെ വിചാരത്തിൽ നമ്മൾ വളരെ പ്രാർത്ഥിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എല്ലാം നമ്മൾ നന്നായി ചെയ്യുന്നു, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു, കൊടുക്കുന്നു എന്നതല്ല. എന്നാൽ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഒരു ഭാഗികമായ ഒരു ജീവിതമല്ല. നമ്മുടെ അന്തരങ്ങളെ അറിയുന്ന ദൈവം, ഹൃദയങ്ങളെ അറിയുന്ന ദൈവസന്നിധിയിൽ അതുപോലെയാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവ ഹൃദയത്തെ അളക്കുന്ന മാനസാന്തരത്തിൻ്റെ അളവ് മനസ്സിലാക്കുന്ന ഒരു അളവ് നൂൽ പ്രിയ പിതാവിൻ്റെ സന്നിധിയിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനാൽ സഖായി പറഞ്ഞു, പിതാവേ, ഞാൻ എല്ലാം തരുന്നു, ഞാൻ നേടിയത് തരുന്നു, അനാവശ്യമായി നേടാൻ ഇരട്ടി ഞാൻ നൽകുകയാണെന്ന് പറയുമ്പോൾ പിതാവ് ഈ അവസരത്തിൽ കൊടുക്കുന്നതിന് വലിയ അനുഗ്രഹമുണ്ട്. അവകാശമാണ് അബ്രഹാമിൻ്റെ മകൻ എന്നുള്ള അവകാശവും രക്ഷ നിൻ്റെ ഭവനത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ദൈവം നമ്മളും ഇങ്ങനെ ആകണമെങ്കിൽ ദൈവവചനം നമ്മൾ നന്നായി കേൾക്കുക, അതിൽ വിശ്വസിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാപത്തെ
നമ്മളൊന്ന് ശോധന ചെയ്ത് പശ്ചാത്താപിക്കണം. നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് ശോധന നമ്മൾ ചിന്തിക്കണം, പശ്ചാത്താപിക്കണം. എൻ്റെ പറഞ്ഞു ദൈവസന്നിധിയിൽ വന്ന് മാനസാന്തരം നേടണം. അപ്പോൾ നമ്മൾ ദൈവമാരുടെ അടുപ്പിനൊരു ഉണ്ടാകുന്ന പാപികളെ ചേർത്ത് പിടിക്കുവാനാണ്, കാണാതെ പോയതിനെ നിരത്തി രക്ഷിക്കുവാനാണ് നമ്മുടെ മനുഷ്യപുത്രൻ ലോകത്ത് വന്നിരിക്കുന്നത്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ നൊയമ്പിൽ ദിനങ്ങളിൽ നമ്മൾ ഓരോ ദിവസത്തെ ധ്യാനത്തിലും നമ്മളിലേക്ക് നോക്കി ഓരോ കുറവുകൾ നമ്മളിൽ നീക്കി രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാൻ വലിയവനായ ദൈവം എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ധ്യാനത്തിൽ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ, ആമീൻ.